ആദ്യം ഇതിന്റെ ഈണമൊക്കെ വേറെ ഏതോ പ്ലാൻ ചെയ്തു എന്നൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഇത് നമ്മൾ ഇതിനകത്ത് 2 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹൻലാലും പാർവതിയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രണയഗാനമാണ്. അവരുടെ വിവാഹം വീട്ടുകാർ മുറപ്പെണ്ണ നിലയിൽ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതിനിടയിലും അവരുടെ ചില തമാശകളും കണ്ടുമുട്ടലുകളും കളിചിരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സീനുണ്ട്, ഇവർ അകത്തിരുന്ന് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മാവനും എല്ലാം കൂടെ കയറി ഇരുന്ന് മദ്യപിക്കുമ്പോൾ ജനലിനപ്പുറം വന്ന് നിന്നത് കാണുന്ന പാർവതിയും മോഹൻലാലുമുള്ള കഥാപാത്രങ്ങളുണ്ട്. അവിടേക്ക് കടന്നു വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ഇവൻ കട്ട് തിന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഓടിപ്പോകുന്നിടത്തു നിന്നാണ് ആ പാട്ട് തുടങ്ങേണ്ടത്. അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ 2 പാട്ടുകൾ, പിന്നെ ഈ രണ്ടാമത്തെ കണ്ണീർ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് കൂടെയാണ്. ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്ത ആ പ്രണയഗാനമാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു, നമുക്ക് ഈ പാട്ടിൻ്റെ താളമൊന്ന് താഴ്ത്തിപ്പിടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോൺസൺ പറഞ്ഞു, ഇങ്ങനെയല്ല, ഈ പ്രണയഗാനമല്ല, അതിന് ടെമ്പോയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ താഴ്ത്തിപ്പിടിച്ചാൽ അത് ഡള്ളായി പോകുന്നു. അപ്പോൾ ലോഹി പറഞ്ഞു, ഒന്ന് പാടി നോക്കുക, ഒന്ന് താഴ്ത്തിപ്പിടിച്ചൊന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി. അപ്പോഴൊന്നും നമുക്ക് ലോഹി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കാർക്ക് കൈതപ്പുറം ഇരിപ്പിട്ട് ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. താഴ്ത്തിപ്പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ളൊരു ട്യൂണായിട്ട് അത് മാറി. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതാണ് നമ്മുടെ 2ാമത്തെ പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണീർ പൂവായി മാറുന്നത്. കണ്ണീർ പൂവിൻ്റെ ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യത്തെ സിറ്റുവേഷന് വേറൊരു പാട്ടുണ്ടാക്കിയായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലെ ഈ 2 പാട്ടുകളും ഉണ്ടായത്. ഒറ്റ ദിവസത്തെ കമ്പോസിങ്ങിലാണ് ഈ 2 പാട്ടും ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പല സിനിമാ നടന്മാരോടൊപ്പം സ്ഥലപ്പേരുകൾ ഉണ്ടാകാം. ഒരു നടൻ ഒരിടത്ത് നിന്നതിൻ്റെ പേരിൽ ആ പേര് ആ സ്ഥലത്തിനുണ്ടായേക്കാം. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാട്ടിൽ ലാലേട്ടൻ നടന്നു പോകുന്ന ആ സ്ഥലം, ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷം കിരീടം പാലം എന്ന പേരിൽ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ് മാർക്കായി മാറി എന്നുള്ളത് തന്നെയാണ് ആ കഥയും കഥാപാത്രങ്ങളുമെല്ലാം നമ്മൾ ഓരോ മലയാളിയോടും എത്ര ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്.